പായസം ഉണ്ടാക്കാനായിട്ട് എല്ലാരും പോരെ. എനിക്ക് പായസം വെക്കാൻ അറിയത്തില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് പായസം ഉണ്ടാക്കാൻ പഠിക്കുവാണ്. ചെറുപയറ് പരിപ്പ് അതാ പിന്നെ 1 കിലോയ്ക്ക് 2 കിലോ ശർക്കര. ഇത് ഉണ്ടാക്കുന്ന വിധം എന്ന് പറഞ്ഞാൽ ആദ്യമേ ചെറുപയറ് പരിപ്പ് എടുക്കുക, വേവിക്കുക, വേറൊന്നും നോക്കുക, അതിനുശേഷം വെളിച്ചെണ്ണ തിരുമുക, വറുത്ത് കോരുക. അതായത് പറഞ്ഞാൽ ഗോൾഡ് കളറിൽ വറുത്ത് കോരും. എന്നിട്ട് അത് മാറ്റി വെക്കുക. പച്ചരി വേവിച്ചെടുക്കുക. അതിനുശേഷം ശർക്കര ചേർക്കണം. രണ്ടും കൂടെ യോജിപ്പിച്ചിട്ട് ശർക്കര ചേർത്തിട്ട് ശർക്കര നമ്മൾ ലായനിയാക്കണ്ടേ? ലായനിയായിട്ട് ലായനി ചേർക്കുക. അതിനുശേഷം ഇത് വറുത്ത് നല്ല വരട്ടിയെടുക്കുക. അതിനുശേഷം തേങ്ങാപ്പാല് ചേർക്കുക. ഒന്നാം പാല് ലാസ്റ്റ് ചേർക്കുക. 2ാം പാല് ഊറ്റി യൂസ് ചെയ്യുക. അതിനുശേഷം വന്ന് ഈ തേങ്ങാക്കൊത്ത് വറുത്ത് വെക്കുക, കപ്പലണ്ടിപ്പരിപ്പ് വറുത്ത് വെക്കുക. ഇതെല്ലാം കൂടെ കൂട്ടി നെയ്ക്കകത്തല്ലേ? നെയ്ക്കകത്ത്. അതിനുശേഷം ഇത് പരിവാകുമ്പം നെയ്യ് ചേർത്ത് 1ാം പാലും ചേർത്ത് ഇളക്കി വാങ്ങി വെക്കുക. ചുക്ക്, ഏലക്ക, ജീരകം, മേമ്പടിയാ ചേർക്കുക. അതൊക്കെ ഏത് സമയത്താ ചേർക്കുന്നേ? ലാസ്റ്റ് വാങ്ങുമ്പോൾ ചേർക്കുക. പിന്നെ പോയിട്ട് ഈ ഓരോരോ തൂക്കം അനുസരിച്ച് ഇതിന്റെയൊക്കെ അളവ് മാറും. 1 കിലോയ്ക്കാണെങ്കിൽ 2 കിലോ ശർക്കര. ചെറുപയർ പരിപ്പോ? ചെറുപയർ പരിപ്പ് സമം. അരിയും ചെറുപയർ പരിപ്പും സമം. ശർക്കര മാത്രം വ്യത്യാസം വരും. പിന്നെ അതനുസരിച്ച് കപ്പലണ്ടിപ്പരിപ്പ് കൂടുതൽ വേണം. അത്രേ ഉള്ളൂ. അതുപോലെ ചുക്കോ ജീരകോ എല്ലാം കൂടി വരും. എന്നാ തുടങ്ങാം. ഇനിയിപ്പോ നമ്മൾ ഇത് എടുത്തു വെച്ചല്ലോ. ചെറുപയർ പരിപ്പ് ഇനി പേറ്റിയിട്ട് അത് നമ്മളെ എണ്ണ പെരട്ടിയിട്ട് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നെയ്യോ അല്ലേ? എന്നിട്ട് വറുത്തിട്ട് കഴുകണം. ഇതാണ് ചെറുപയർ പരിപ്പ്. അറിയത്തില്ലാത്തവർക്കാ കേട്ടോ, അറിയാവുന്നവർക്കല്ല.